തുടരും. 17 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് മദ്രസ കെട്ടിടം തകർന്നു വീണു. വേലൂരിൽ കിണറിടിഞ്ഞു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. മനക്കൊടി പുള്ള് കോടന്നൂർ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. കനത്ത മഴയിൽ കരുവഞ്ഞൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോഴും ഇല്ലിക്കൽ റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താതെ അധികൃതർ. മൂർക്കനാട് കാറളം പ്രദേശങ്ങളിൽ വെള്ളം ഉയരുമെന്ന ആശങ്ക. മറ്റത്തൂരിലെ വാഴ കർഷകർ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ജനനായകൻ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം. രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യനെ സ്നേഹിച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ഡിസിസി പ്രസിഡന്റ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഗുരുവായൂർ കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതിയില്ലാതെ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് പതിവാകുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ അനാസ്ഥയിൽ നട്ടം തിരിഞ്ഞ പൊതുജനങ്ങൾ. അന്തരിച്ച രാഷ്ട്രീയ വ്യാപാരി സംഘടനാ നേതാവ് ബിന്നി ഇമ്മട്ടിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാരം നടന്നു. സിപിഎം തൃശൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലും സ്പോർട്സ് കൌൺസിൽ ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് നൂറുകണക്കിന് ആളുകൾ. വാൽപ്പാറയിൽ കാട്ടാനക്കൂട്ടം പലചരക്ക് കടയും കാറും തകർത്തു. കടയുടെ മുൻഭാഗം പൊളിച്ചിട്ട കാട്ടാനകൾ അരിയും പഞ്ചസാരയും തിന്നു തീർത്തു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മഴയും മഴക്കെടുതിയും തുടരുന്നു. 5 താലൂക്കുകളിലായി 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 54 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ 58.33 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. 17 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 80 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ തകർന്ന് 85,70,000 രൂപയുടെയും വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്ന കെഎസ്ഇബിക്ക് 32 ലക്ഷത്തോളം രൂപയുടെയും നഷ്ടമുണ്ടായതായി അധികൃതർ അറിയിച്ചു. ജില്ലയിൽ നിലവിൽ പെരിങ്ങൽകുത്ത്, പൂമല, അസുരൻകുണ്ട് ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്നുണ്ട്. അതേസമയം വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് മദ്രസ കെട്ടിടം തകർന്നു വീണു. കട്ടൻ ബസാർ ജലാലിയ മസ്ജിദിന് കീഴിലുള്ള മുയീസുന്ന മദ്രസയാണ് തകർന്നത്. മദ്രസ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ ഭിത്തിയിലും തൂണുകളിലും വിള്ളൽ വീണിട്ടുണ്ട്. തകർന്ന കെട്ടിടം സമീപത്തെ മസ്ജിദിലേക്ക് ചരിഞ്ഞ നിലയിലാണ്. സാധാരണ ദിവസങ്ങളിൽ 130ഓളം വിദ്യാർത്ഥികളും 3 അധ്യാപകരും മദ്രസയിൽ ഉണ്ടാകാറുണ്ട്. മഴ മൂലം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മദ്രസയ്ക്ക് അവധി നൽകിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. 3 ദിവസമായിട്ട് ഇപ്പോൾ ഈ മഴ കാരണം മദ്രസക്ക് അവധിയായിരുന്നു. ഇന്ന് വൈകിട്ട് അസ്രസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ പോയ സമയത്തിന് ഈ മദ്രസ വലിയൊരു സൗന്ദര്യം കേട്ട് ആൾക്കാരെ നോക്കിയപ്പോൾ നീട്ടിഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടു. വലിയൊരു ദുരന്തമാണ് നമുക്ക് ഒഴിവായി കിട്ടിയത്. കാരണം മുഹറത്തിൻ്റെയും അതുപോലെ തന്നെ ഈ തോരാത്ത മഴ കാരണം മദ്രസ 3 ദിവസമായിട്ട് അവധിയായിരുന്നു. അല്ലെങ്കിൽ 125ഓളം കുട്ടികൾ 3 അധ്യാപകരൊക്കെ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുള്ളത്. ശക്തമായ മഴയിൽ മുല്ലശ്ശേരി പഞ്ചായത്തിൽ 2 വീടുകൾ തകർന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് 2-ാം വാർഡിൽ കോട്ടപ്പാടത്ത് ഉപ്പത്തിൽ അശോകന്റെ ഓടിട്ട വീടാണ് തകർന്നത്. കനത്ത മഴയിൽ വീടിന്റെ പുറം ചുമാർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പെരുവല്ലൂർ കണ്ണേങ്ങാത്ത് മാണിക്കത്ത് വേണുവിന്റെ വീടും മഴയിൽ തകർന്നു. ഓടിട്ട വീടിന്റെ അടുക്കള ഭാഗം മുഴുവൻ തകർന്ന നിലയിലാണ്. 2-ാം വാർഡ് അംഗം ടി.ജി. പ്രവീൺ തകർന്ന 2 വീടുകൾ സന്ദർശിച്ചു. കനത്ത കാറ്റിലും മഴയത്തും മരങ്ങൾ കടപുഴകി വീണ് വേലൂർ പുലിയന്നൂരിൽ വീടിന്റെ പാചകപ്പുര തകർന്നു. ചെറിയൻകണ്ടത്ത് ഫ്രാൻസിസിന്റെ വീടിനോട് ചേർന്ന പാചകപ്പുരയാണ് പൂർണ്ണമായും തകർന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന വാട്ടർ ടാങ്കും തകർന്നു. ഫ്രാൻസിസിന്റെ സഹോദരൻ ആന്റണിയുടെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ഷോബി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയിൽ തൃശൂർ എം.എൽ.എ. റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പാലത്തിന് സമീപം താഴ്ന്ന പ്രദേശത്ത് റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഇത് വാഹന കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വലിയ വാഹനങ്ങൾ, ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ള ചെറുവാഹന യാത്രികരെ ഗൌനിക്കാതെ കടന്നുപോകുന്നത് വെല്ലുവിളിയായി മാറുകയാണ്. കോൾപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള പാതയുടെ ഇരുവശങ്ങളിലും വെള്ളം നിറഞ്ഞ റോഡ് നിരപ്പോളം എത്തി നിൽക്കുകയാണ്. പ്രധാന തോട് ഉൾപ്പെടെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഇതോടെ പ്രദേശത്തെ പല വീടുകളും സ്ഥാപനങ്ങളും കടുത്ത വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ പല വീടുകളിലേക്കും വെള്ളം കയറാനും സാധ്യതയേറെയാണ്. തൃശൂരിൽ നിന്നും കുറ്റൂർ, നെയ്തലക്കാവ്, കൊട്ടേക്കാട് എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന പാതയാണിത്. അതിനാൽ തന്നെ വെള്ളം നിറഞ്ഞ പാടം യാത്രക്കാരെ ആകർഷിക്കുകയാണ്. ഇതോടെ യാത്രക്കാർ അടക്കം നിരവധി പേർ പാടം കാണാനും ചൂണ്ടയിടാനുമായി ഇവിടേക്ക് എത്തുന്നുമുണ്ട്.
അപകട സാധ്യത കൂടുതലായതിനാൽ രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് മഴയുള്ളപ്പോൾ ഈ വഴിയുള്ള യാത്ര കൂടുതൽ ജാഗ്രതയോടെ വേണം. മനക്കൊടി പുള്ള് മനക്കൊടി കോടഞ്ഞൂർ റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. അന്തിക്കാട് പോലീസ്, അരിമ്പൂർ പഞ്ചായത്ത് അധികൃതർ, PWD ചേർപ്പ് സെക്ഷൻ അധികൃതർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഗതാഗതം നിരോധിച്ച് റോഡ് അടച്ചുകെട്ടിയത്. രാവിലെ വെള്ളം കൂടുതൽ ഉയർന്നതിനെ തുടർന്ന് ഇതിലൂടെയുള്ള യാത്ര അപകട ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് ഗതാഗതം നിരോധിച്ചത്. ചാഴൂർ, താന്യം, കാട്ടൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിന്ന് ജില്ലാ ആസ്ഥാനവുമായി ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. വാരിയം പടവിനോട് ചേർന്നുള്ള റോഡ് 1/2 മീറ്റർ ഉയർത്തി പുനർനിർമ്മിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം ഇനിയും പരിഹരിക്കാത്തതാണ് ഈ മേഖലയിൽ വെള്ളക്കെട്ടും ഗതാഗത സ്തംഭനവും തുടർക്കഥയാകുന്നത്. അതേസമയം തൃപ്രയാർ, അമ്മാടം, തൃശൂർ റോഡിൽ പള്ളിപ്പുറം ഭാഗത്തും റോഡിൽ വെള്ളം കയറി തുടങ്ങി. മഴ ശക്തമാകുന്ന പക്ഷം 2 ദിവസത്തിനകം ഈ റോഡും അടയ്ക്കേണ്ടി വരുമെന്ന ആശങ്കയുണ്ട്. കനത്ത മഴയിൽ കരുവഞ്ഞൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോഴും ഇല്ലീഗൽ റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താതെ അധികൃതർ. മൂർക്കനാട്, കാറളം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ 50 വർഷത്തിലധികം പഴക്കമുള്ള മൂർക്കനാട്, എട്ടുമന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇല്ലീഗൽ റെഗുലേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ആകെ 15 ഷട്ടറുകളുള്ള റെഗുലേറ്ററിൽ കാലപ്പഴക്കം മൂലം 3 ഷട്ടറുകൾ തകരാറിലാണ്. പുഴയിൽ വെള്ളം ഉയർന്നു തുടങ്ങിയിട്ട് പോലും 8 ഷട്ടറുകൾ മാത്രമാണ് അധികൃതർ ഉയർത്തിയിട്ടുള്ളത്. മറ്റ് ഷട്ടറുകളുടെ മുകളിലൂടെ വെള്ളം പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. യഥാസമയം ഷട്ടറുകൾ തുറന്നിടാത്ത അധികൃതരുടെ അനാസ്ഥ മൂലം മൂർക്കനാട്, കാർളം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാം അടക്കം തുറന്നാൽ പുഴയിലേക്ക് കൂടുതൽ വെള്ളം എത്തിച്ചേരാൻ ഇടയുണ്ടെന്നും എത്രയും വേഗം മുഴുവൻ ഷട്ടറുകളും തുറക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് സെക്രട്ടറി KK അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം രൂക്ഷമാവുന്ന മുന്നേ തന്നെ ഇവരെ ഷട്ടറുകൾ വരിക്കാത്തതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടുത്തെ MLA അല്ലെങ്കിൽ വാർഡ് കൗൺസിലറോ ഇതിനാരും ഇതിനെ ഉത്സാഹിച്ചിട്ടില്ല. പുഴയിൽ വെള്ളം പതിച്ചപ്പോൾ പുഴയുടെ ഓരങ്ങളിലുള്ള വീടുകളിലേക്ക് മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. ഇത്രയും വലിയ അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ മന്ത്രിയോ ഇവിടുത്തെ വാർഡ് കൗൺസിലറോ ഒന്നും തന്നെ യാതൊരു പ്രവർത്തനം മുന്നോട്ട് നടത്തി. 8ഓളം ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെന്നും വെള്ളം ഒഴുകി പോകുന്നുണ്ടെന്നും ഇല്ലീഗൽ റെഗുലേറ്ററിന്റെ നവീകരണ പദ്ധതി നബാർഡുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിനായി സ്ഥലം MLAയും മന്ത്രിയുമായ ഡോക്ടർ R. ബിന്ദുവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും വാർഡ് കൗൺസിലർ നസീമ കുഞ്ഞുമോൻ വ്യക്തമാക്കി. 2-3 ഷട്ടർ നമുക്ക് കേടുണ്ട്. അത് കേടുപാടുകൾ നിർത്താനുള്ള നടപടി എന്തായാലും ഇപ്പം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ചെയിൻ ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് വേണം അത് ഉയർത്താനായിട്ട്. ആ നടപടി ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് ബിന്ദു ടീച്ചറായിട്ട് ഞാൻ രാവിലെ തന്നെ സംസാരിച്ചിരുന്നു. ബിന്ദു ടീച്ചർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നബാർഡിൻ്റെ അടുത്ത് ഇതിൻ്റെ പ്രോജക്റ്റ് ഉണ്ട്, അത് ടീച്ചർ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കരുവന്നൂർ പുഴയോരത്തുള്ള കാർളം പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കാർളം AUP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ 6 കുടുംബങ്ങളിൽ നിന്നായി 16ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാർളം 2ാം വാർഡ് പുഴമ്പള്ളം മേഖലയിലും 1ാം വാർഡ് ചെങ്ങാനിപ്പാടം മേഖലയിലുമാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ശക്തമായ മഴയിൽ ചാവക്കാട് മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. ചാവക്കാട്, തേക്കഞ്ചേരി, വഞ്ചിക്കടവ്, പുന്ന, തിരുവത്ര, എടക്കഴിയൂർ, തെക്കേ മദ്രസ, ബീച്ച്, കടപ്പുറം, കറുകമാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. എടക്കഴിയൂർ ഫിഷറീസ് നഗറിലെ 20ഓളം വീടുകളിൽ വെള്ളം കയറി. പല വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ടായതിനാൽ ആളുകൾക്ക് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയായി. മഴ തുടർന്നാൽ ചാവക്കാട്, വഞ്ചിക്കടവ് ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഏർപ്പെടുത്തിയതായി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. 16-17 വാർഡുകളിൽ കനോലി കനാലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഏകദേശം 50ലധികം വീടുകൾ വെള്ളത്തിലായിട്ടുണ്ട്. നമ്മൾ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ സന്ദർശിച്ച് ജനങ്ങളോട് കൃത്യമായും അവിടെ നിന്നും പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ അടിയന്തരമായും മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാട്ടൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ചെമ്പൻചാൽ, മുനയം, ഇട്ടിക്കുന്ന്, മാവും വളവ്, മധുരംപിള്ളി, മാങ്കുറ്റിത്തറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. ഇവിടെയുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥയിലാണ്. പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി.
6 കുടുംബങ്ങളെ കരാഞ്ചിറ സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കൺട്രോൾ റൂം അടക്കമുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത പറഞ്ഞു. ഇടവേള. മറ്റത്തൂരിലെ വെള്ളിക്കുളം വലിയ തോട്ടിലൂടെ ഒഴുകിപ്പോകുന്നത് മഴവെള്ളം മാത്രമല്ല, വാഴ കർഷകരുടെ കണ്ണീരും കൂടിയാണ്. വലിയ തോടിനോട് ചേർന്നുള്ള തോട്ടങ്ങളിൽ ഏറെ പ്രതീക്ഷകളോടെ നട്ടുനനച്ചു പരിപാലിച്ച വാഴകൾ ദിവസങ്ങളായി വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതാണ് തോരാമഴയിൽ കർഷകരുടെ കണ്ണീരിനിടയാക്കുന്നത്. ദിവസങ്ങളായി കനത്തു പെയ്യുന്ന മഴയിൽ മറ്റത്തൂരിലെ പ്രധാന ജലസ്രോതസ്സായ വെള്ളിക്കുളം വലിയ തോട് കരകവിഞ്ഞൊഴുകിയതാണ് വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറാനിടയാക്കിയത്. 3 ദിവസത്തിൽ കൂടുതൽ വാഴകളുടെ ചുവട്ടിൽ വെള്ളം കെട്ടിനിന്നാൽ മഞ്ഞളിപ്പ് ബാധിച്ച് വാഴകൾ നശിച്ചു പോകുമെന്നിരിക്കെ 4 ദിവസത്തിലേറെയായി മറ്റത്തൂരിലെ വിവിധ ഭാഗങ്ങളിൽ 100 കണക്കിന് വാഴകൾ വെള്ളത്തിലാണ്. പല തോട്ടങ്ങളിലും 4 അടിയിലേറെയാണ് വെള്ളം ഉയർന്നിട്ടുള്ളത്. കടമ്പോട്, ചാഴിക്കാട്, മന്ദരപ്പിള്ളി, നൂലുവള്ളി, മൂന്നുമുറി, ചെട്ടിച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഇതിൽ ഞാൻ 1500 കൂടുതൽ വാഴ വെച്ചിട്ടുണ്ട്. 4 ദിവസമായി അടുപ്പിച്ചും വെള്ളം നിൽക്കണേ. ഇനി എത്ര ദിവസങ്ങൾ നിൽക്കുമെന്ന് അറിയില്ല. എങ്ങനെ പോയാലും ഒരു 5-6 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് ഇതിൽ സംഭവിക്കും. ഓണത്തിനൊക്കെ കായ കിട്ടുകയാണെങ്കിലാണ് ഇതിൽ ലാഭം ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ ഒക്കെ നശിച്ചു പോവാണ്. ചാഴിക്കാട് പ്രദേശത്ത് പാട്ടത്തിനെടുത്ത 3 ഏക്കറിൽ വാഴകൃഷി ഇറക്കിയിട്ടുള്ള മുരിക്കിങ്ങൽ താളൂപ്പാടം സ്വദേശി ആരോധ പൗലോസിന് കനത്ത നഷ്ടമാണ് വെള്ളക്കെട്ട് വരുത്തിയിട്ടുള്ളത്. 1500-ലേറെ വാഴകളുള്ള പൗലോസിന്റെ തോട്ടത്തിലെ ഒട്ടുമിക്ക വാഴകളും കഴിഞ്ഞ 4 ദിവസമായി വെള്ളക്കെട്ടിലാണ്. സമീപത്തുകൂടി ഒഴുകുന്ന വലിയ തോട് കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് പൗലോസിന്റെ വാഴത്തോട്ടം മുങ്ങിയത്. ഇപ്പൊ ഇത്രയും കാശ് ഞാൻ കടം മേടിച്ചും പലിശക്കെടുത്തും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ഇനി എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ല. ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ കിട്ടില്ലേതൊന്നും അറിയില്ല. അതാ അവസ്ഥയാണ്. ബാങ്ക് വായ്പയെടുത്തും വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയുമാണ് പൗലോസ്, നേന്ത്രൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളിലുള്ള വാഴകൾ കൃഷി ചെയ്തത്. ഓണത്തിന് മികച്ച വില കിട്ടുമെന്ന പ്രതീക്ഷയിൽ വാഴകളെ പരിപാലിച്ചു പോന്ന പൗലോസ് വെള്ളം കയറിയ കൃഷി നാശം നേരിട്ടതോടെ തികഞ്ഞ നിരാശയിലാണ്. വായ്പ തിരിച്ചടയ്ക്കാൻ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കർഷകൻ. കടമ്പോട് പ്രദേശത്ത് വാഴകൃഷി ചെയ്യുന്ന അതിയാരത്ത് ശിവനും കടുത്ത നിരാശയിലാണ്. വലിയ തോടിന് സമീപത്തെ ശിവന്റെ കൃഷിയിടത്തിലുള്ള 800ഓളം നേന്ത്രവാഴകളാണ് ദിവസങ്ങളായി വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത്. ഈ വർഷത്തെ മഴയിൽ എൻ്റെ ഒരു 10-800ഓളം വാഴ ഒരു 3-4 ദിവസത്തോളമായി ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കണം. ഒരു പ്രാവശ്യം വെള്ളം മുന്നേ വന്ന് കയറിപ്പോയതായിരുന്നു. അതിനുശേഷം വാഴ പിണ്ടിയൊക്കെ പഴുത്ത് നാശമായിട്ട് നിൽക്കണം. അതിൻ്റെ ഉള്ളിലൂടെ പാതിയെ വെള്ളം കയറിയേക്കാണ്. ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങാണ്ട് തുടർന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മാടൊക്കെ ചീഞ്ഞ് വാഴ ഇടിഞ്ഞു വീഴാണ് ഇപ്പോൾ. മറ്റത്തൂർ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് മൂലം വാഴകൃഷി നാശത്തിന്റെ വക്കിലാണ്. ഇരുണ്ട ആകാശവും കോരിച്ചൊരിയുന്ന മഴയും വാഴ കർഷകരുടെ മനസ്സിൽ നിരാശ നിറയ്ക്കുകയാണ്. വേനൽക്കാലത്തെ കഠിനമായ ചൂടുമൂലം നേന്ത്രക്കുലകൾക്കുണ്ടായ ഗണ്യമായ തൂക്കക്കുറവിൽ നിരാശയിൽ കഴിയുന്ന വാഴ കർഷകർക്ക് വെള്ളക്കെട്ടും മഴക്കെടുതികളും കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്. TCV ന്യൂസ്, കൊടകര. രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യനെ സ്നേഹിച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി എല്ലാ സാമൂഹിക പ്രവർത്തകർക്കും ഒരു പാഠപുസ്തകമാണ്. കേരളത്തിന്റെ ഒരുപാട് വികസനങ്ങൾക്ക് തുടക്കം കുറിച്ച ആളാണ് ഉമ്മൻചാണ്ടി. പാർട്ടി പ്രവർത്തകരുടെ ഐക്യമില്ലായ്മയാണ് നമ്മുടെ ദൗർബല്യമെന്നും ഒരുമിച്ച് നിന്നാൽ വൻ വിജയം നേടാൻ സാധിക്കുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഉമ്മൻചാണ്ടി മരിച്ചിട്ടും ജീവിക്കുന്ന നേതാവാണെന്നും ജനങ്ങളുടെ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഊർജ്ജമെന്നും അനുസ്മരണ പ്രഭാഷണം നടത്തിയ മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരിച്ചു. മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻ കുട്ടി, MP വിൻസെന്റ്, PM മാധവൻ, മുൻ മേയർ IP പോൾ, അനിൽ അക്കര തുടങ്ങിയവർ അനുസ്മരിച്ചു. ചടങ്ങിൽ പാർട്ടിയുടെ ബ്ലോക്ക്, മണ്ഡലം, ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് നിജി ജസ്റ്റിൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചാണ്ടി അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ ലീല വർഗീസ്, മേഴ്സി അജി, മുൻ കൌൺസിലറും മണ്ഡലം പ്രസിഡന്റുമായ TR സന്തോഷ് കുമാർ, AR ചന്ദ്രൻ, ഡേവി പുളിക്കൻ, മോഹൻ ഇമ്മട്ടി തുടങ്ങിയവർ, മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും പങ്കെടുത്തു. ജനഹൃദയങ്ങൾ കീഴടക്കിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നും കണ്ണീരോർമ്മ.
നിഷ്കളങ്കമായ പുഞ്ചിരിയും നിരവധി വികസന പ്രവർത്തനങ്ങളുമായി ജനഹൃദയങ്ങൾ കീഴടക്കിയ നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി. ജനസമ്പർക്ക പരിപാടി എന്ന ഒറ്റ ജനകീയ പരിപാടി മതി ഈ രാഷ്ട്രീയ ചാണക്യനെ ജനം ഓർക്കാൻ. 2004, 2006, 2011, 2016 എന്നീ 4 വർഷങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. 2004 ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് AK ആന്റണി രാജിവെച്ചതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. പിന്നീട് 2006 വരെ മുഖ്യമന്ത്രിയായി. തുടർന്ന് 5 വർഷം പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. 2011 വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തി. 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ സർക്കാരിനെ ഉമ്മൻചാണ്ടിയുടെ നയതന്ത്ര വൈദഗ്ധ്യമായിരുന്നു 5 വർഷം പൂർത്തിയാക്കാൻ സഹായിച്ചത്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ സോളാർ ബാർ വിവാദം സംസ്ഥാനത്തെ പിടിച്ചുലച്ചെങ്കിലും ഈ രാഷ്ട്രീയ നേതാവ് കുരുങ്ങിയില്ല. 1977-78 കാലഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭയിലും കരുണാകരൻ രാജിവെച്ച് AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോഴും 2 സർക്കാരുകളിലും തൊഴിൽ മന്ത്രിയായി. 1981 ഡിസംബർ മുതൽ 1982 മാർച്ച് വരെ കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായും 1991 കരുണാകരൻ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ചു. 1982 നിയമസഭാ കക്ഷി ഉപനേതാവായി. 1982-86 കാലഘട്ടത്തിൽ UDF കൺവീനറായും പ്രവർത്തിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഇന്നും ജനഹൃദയങ്ങളിൽ ദീപ്തമായ ഓർമ്മയാണ്. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂർ കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതിയില്ലാതെ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് പതിവാകുന്നു. ഗുരുവായൂർ കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതിയില്ലാതെ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് പതിവാകുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ അനാസ്ഥയിൽ നട്ടം തിരിയുകയാണ് പൊതുജനം. ജില്ലയിലെ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടക്കുന്ന ഓഫീസുകളിലൊന്നാണ് കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസ്. എന്നാൽ വൈദ്യുതിയില്ലെങ്കിൽ ഓഫീസ് ഇരുട്ടിലാണ്. ഇൻവെർട്ടർ ഉണ്ടെങ്കിലും 1 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല. ഇതുമൂലം വൈദ്യുതിയില്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നടത്താനാകാത്ത സ്ഥിതിയാണ്. കോട്ടപ്പടി മേഖലയിൽ പലപ്പോഴും രാവിലെ വൈദ്യുതി പോയാൽ വൈകിട്ടാണ് വരാറ്. ഇത്തരം ദിവസങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും നടക്കാറില്ല. ജില്ലയിലെ 12 സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇതേ അവസ്ഥയാണ്. ഇൻവെർട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ബാറ്ററിക്കും അനുബന്ധ പ്രവൃത്തികൾക്കുമായുള്ള 80,000 രൂപ ചിലവാക്കണം. 1 വർഷത്തോളമായി രജിസ്ട്രേഷൻ വകുപ്പ് ഇതിന് തയ്യാറായിട്ടില്ല. ബാറ്ററി മാറ്റി നൽകുന്ന കരാർ കമ്പനിയുമായുള്ള തർക്കമാണ് ഇതിന് കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. ഇത്തരം ദുരവസ്ഥ അനുഭവിച്ചറിഞ്ഞ ഗുരുവായൂരിലെ സന്നദ്ധ സംഘടനകളും വ്യക്തികളും ബാറ്ററി വാങ്ങി നൽകാൻ തയ്യാറാണ്. എന്നാൽ സ്വീകരിക്കാൻ വകുപ്പില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വ്യാഴാഴ്ച രജിസ്ട്രേഷന് വന്ന 20ഓളം പേർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. വസ്തു രജിസ്റ്റർ ചെയ്യാനായി വിദേശത്തു നിന്നും ഇതര സംസ്ഥാനത്തു നിന്നും അടക്കമുള്ളവർക്കാണ് മടങ്ങിപ്പോകേണ്ടി വന്നത്. ഇന്ന് രജിസ്ട്രേഷൻ നടത്തി നാളെ രാവിലെ 10 മണിക്ക് തിരിച്ചു പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് ബംഗളൂരുവിൽ നിന്നെത്തിയ സൗദാമിനി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇതിപ്പോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ ഇതൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കറണ്ടില്ലാത്ത കാര്യം പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് നാളെ തിരിച്ചു പോകാൻ വേണമെങ്കിൽ കാലത്താണ് ട്രെയിനുള്ളത്. ഞാൻ എന്താ ചെയ്യുക? ഇത് വളരെ വിഷമമുണ്ട്. ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയിൽ ദുരിതം പേറേണ്ടി വരുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാന ഖജനാവിലെ റവന്യൂ വരുമാന സ്രോതസ്സിലെ സിംഹഭാഗവും രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നാണ്. എന്നിട്ടും പൊതുജനങ്ങളെ വലയ്ക്കുന്ന ഇത്തരം അവസ്ഥകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. TCV ഗുരുവായൂർ. അന്തരിച്ച രാഷ്ട്രീയ വ്യവസായ സംഘടനാ നേതാവ് ബിന്നി ഇമ്മട്ടിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ അദ്ദേഹത്തിന്റെ മൃതദേഹം പാർട്ടി ഓഫീസിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, MLA P ബാലചന്ദ്രൻ, കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, മുൻ MP CN ജയദേവൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സംഘടനാ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ജില്ലാ സ്പോർട്സ് കൌൺസിൽ ആസ്ഥാനമായ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ LDF കൺവീനർ EP ജയരാജൻ, AC മൊയ്തീൻ MLA, സ്പോർട്സ് കൌൺസിൽ ഭാരവാഹികളും കായിക താരങ്ങളും വ്യവസായ പ്രമുഖരും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു.
പിന്നീട് ആമ്പക്കാടൻ ജംഗ്ഷനിലെ ഇമ്മട്ടി ടവറിലുള്ള വസതിയിലും ഭൌതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. വ്യാഴാഴ്ച വൈകിട്ട് തൃശൂർ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളിയിൽ സംസ്കരിച്ചു. വ്യാപാരി വ്യവസായി സമിതി സ്ഥാപക നേതാവും CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ ബിന്നി ഇമ്മട്ടിയുടെ വിയോഗത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. മൃദുലവും വിനയാന്വിതനുമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും സ്നേഹാദരവ് പിടിച്ചുപറ്റിയ മികച്ച സംഘാടകനായിരുന്നു ബിന്നി ഇമ്മട്ടിയെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. വ്യാപാരി വ്യവസായി സമിതിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് ബെന്നി ഇമ്മട്ടിയാണെന്നും കായികരംഗത്ത് നിരവധി സംഘടനകൾ രൂപീകരിക്കപ്പെട്ടതിന് പിന്നിൽ ബെന്നി ഇമ്മട്ടിയുടെ സംഘടനാ മികവാണെന്നും EP ജയരാജൻ പറഞ്ഞു. വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് സംഘടനയുണ്ടാക്കാനും കൂട്ടായ വിലപേശലിലൂടെ അവർക്കാവശ്യമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ബിന്നിയുടെ നഷ്ടം പകരം വയ്ക്കാനാവാത്തതാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പറഞ്ഞു. തൃശൂർ കിഴക്കേക്കോട്ടയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു P ബാലചന്ദ്രൻ MLA, DCC വൈസ് പ്രസിഡന്റ് IP പോൾ, BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജനതാദൾ ജില്ലാ പ്രസിഡന്റ് CT ജോഫി, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വാൽപ്പാറയിൽ ആനക്കൂട്ടം പലചരക്ക് കടയും കാറും തകർത്തു. ബില്ലോനി എസ്റ്റേറ്റിലെ ഭാസ്കർ എന്നയാളുടെ കടയാണ് വ്യാഴാഴ്ച പുലർച്ചെ 7 ആനകളെത്തി തകർത്തത്. മുൻഭാഗം പൊളിച്ചിട്ട കാട്ടാനകൾ കടയിലുണ്ടായിരുന്ന അരിയും പഞ്ചസാരയും തിന്നു തീർത്തു. കടയുടെ സമീപം നിർത്തിയിട്ടിരുന്ന ഭാസ്കറിന്റെ കാറും തകർത്തു. മാസങ്ങൾക്ക് ശേഷമാണ് വാൽപ്പാറയിൽ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായത്. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മണിപ്പാലിൽ വെച്ചായിരുന്നു അന്ത്യം. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപകനും സ്ഥാപക ഡയറക്ടറുമായിരുന്നു. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VCയുമായിരുന്നു. രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണും നൽകി ആദരിച്ച ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് വിട പറഞ്ഞത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലൂടെയാണ് അദ്ദേഹം മലയാളികൾക്കിടയിൽ സുപരിചിതനായത്. ഹൃദയ ശസ്ത്രക്രിയാ മേഖലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരീക്ഷണങ്ങളിലെ വിജയം ഇന്ത്യയിൽ തന്നെ ഹൃദയ ശസ്ത്രക്രിയാ മേഖലയിൽ വലിയ മാറ്റവും പുരോഗതിയും സൃഷ്ടിച്ചു. പ്രസിദ്ധ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താൻ വിടവാങ്ങുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു ഹൃദയമുണ്ട്. വെള്ളറക്കാട് കോട്ടുമ്മൽ വീട്ടിൽ KD മുരളീധരനാണ് ആ വ്യക്തി. തനിക്ക് ജീവൻ തിരിച്ചു നൽകിയതിന് നന്ദി അറിയിക്കാൻ എല്ലാ വർഷവും ഡിസംബർ 6 പുലർച്ചെ വിളിക്കുമ്പോൾ മറുതലയ്ക്കൽ പ്രിയ ഡോക്ടർ ഉണ്ടാകില്ലെന്ന ദുഃഖത്തിലാണ് മുരളീധരൻ. ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താന്റെ മെഡിക്കൽ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വെള്ളറക്കാട് കോട്ടുമ്മൽ വീട്ടിൽ KD മുരളീധരനെ മാറ്റി നിർത്താൻ കഴിയില്ല. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഹൃദയ വാൽവ് ഘടിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് മുരളീധരൻ. വാൽവ് വികസിപ്പിച്ചതും ശസ്ത്രക്രിയ നടത്തിയതും ഡോക്ടർ MS വല്യത്താനും. 1990 ഡിസംബർ 6 ആ ശസ്ത്രക്രിയ. ഹൃദയ ശസ്ത്രക്രിയകളെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്ത കാലം. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിരുന്ന വാൽവായിരുന്നു ഹൃദയത്തിൽ ഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം ശ്രീചിത്രയിൽ വികസിപ്പിച്ച വാൽവ് ഘടിപ്പിക്കൽ ആദ്യ പരീക്ഷണമായതിനാൽ തന്നെ ഭയം കൊണ്ട് രോഗികളും ബന്ധുക്കളും തയ്യാറായിരുന്നില്ല. ആ സമയത്താണ് 38 വയസ്സുള്ള മുരളീധരൻ വാൽവ് ഘടിപ്പിക്കാൻ സധൈര്യം സന്നദ്ധത അറിയിച്ചത്. ശ്രീചിത്രയുടെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ MS വല്യത്താന്റെ നീണ്ട നാളത്തെ ഗവേഷണത്തിനും പ്രയത്നത്തിനുമൊടുവിൽ വികസിപ്പിച്ചെടുത്ത ഹൃദയ വാൽവ് അങ്ങനെ മുരളീധരന്റെ ഹൃദയത്തിൽ തുന്നിച്ചേർത്തു. മുരളീധരന് പിന്നാലെ നിരവധി പേർക്ക് ശ്രീചിത്രയിലെ വാൽവ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും തന്റെ ആദ്യത്തെ മാനസപുത്രനാണ് മുരളീധരന്റെ ഹൃദയത്തിലുള്ളതെന്ന് ഡോക്ടർ MS വല്യത്താൻ എന്നും അഭിപ്രായപ്പെട്ടിരുന്നു. മരണം വരെ മുരളീധരന്റെ ആരോഗ്യ വിവരങ്ങൾ ഡോക്ടർ തിരക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഒരു ഡോക്ടർ പിന്നെ രോഗിയും തമ്മിലുള്ള ബന്ധമല്ല ഞങ്ങൾ ഉണ്ടായിരുന്നു. സാറ് എപ്പോഴും പറയാറുള്ളത് സാറിന്റെ മാനസപുത്രനാണ് എന്റെ ഹാർട്ടിന്റെ ഉള്ളിലിരിക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സാറ് ഇതൊന്ന് ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സാറിന്റെ ഒരു വാശിയപ്പോ എന്നിട്ടാണ് ഈ ഇപ്പൊ പുതിയ ഡയഫ്രം ഉണ്ടാക്കിയത് സാർ. എന്നിട്ട് അതാണ് ഇപ്പൊ വാൾവരി വെച്ചിരിക്കുന്നത്. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ 2 വർഷത്തിനുള്ളിൽ 250ഓളം വാൽവ് മാറ്റ ശസ്ത്രക്രിയകൾ നടന്നു. ലോകപ്രസിദ്ധ മെഡിക്കൽ ജേണലുകളിൽ വാൽവിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ വന്നു. തുടർന്നാണ് വാൽവിന് വിശ്വാസ്യത കൈവരുന്നത്. ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം ഹൃദയങ്ങളിൽ ശ്രീചിത്രയിലെ വാൽവ് സ്പന്ദിക്കുന്നു.
തനിക്ക് പുതുജീവൻ നൽകിയ പ്രിയപ്പെട്ട ഡോക്ടറുടെ വേർപാട് മുരളീധരന് വിശ്വസിക്കാനായിട്ടില്ല. ഡോക്ടറെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മണിപ്പാലിലായതിനാൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്നിരുന്നാലും ഹൃദയത്തുടിപ്പിൽ എപ്പോഴും പ്രിയ ഡോക്ടർ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് മുരളീധരൻ. TCV എരുമപ്പെട്ടി. കല്ലേറ്റുംകരയിൽ പ്രവർത്തിക്കുന്ന കേരള ഫീഡ്സിലെ തൊഴിലാളികൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ജൂലൈ 31 യോഗം ചേരുക. വകുപ്പുതല ഉദ്യോഗസ്ഥർ, കേരള ഫീഡ്സ് മാനേജ്മെന്റ്, തൊഴിലാളി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. യോഗത്തിൽ മാനേജ്മെന്റിന്റെയും തൊഴിലാളികളുടെയും ആവശ്യങ്ങൾ പരിശോധിച്ച് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം മതിൽമൂല സ്വദേശി കൊതുവിൽ വീട്ടിൽ ഷബീബിനെയാണ് മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, SI MM റിജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 14-ന് പൂവത്തുംകടവ് ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് 2 വള പണയം വെച്ച് 85,103 രൂപ തട്ടിയെടുത്തത്. വീണ്ടും ഇതേ പണയത്തിൽ തന്നെ പുതുക്കിയെടുക്കാനെത്തിയപ്പോൾ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് ബാങ്ക് അധികൃതർ തിരിച്ചറിഞ്ഞത്. ബാങ്ക് മാനേജർ നൽകിയ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് KCYM തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ ധർണ തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. KCYM അതിരൂപത പ്രസിഡന്റ് ജിഷാദ് ജോസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മെജോ മോസസ്, വിബിൻ ലൂയിസ്, KCYM അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത്, വൈസ് പ്രസിഡന്റ് സ്നേഹ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഒളരി റോഡിലെ അപകടക്കുഴി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അടച്ച് പ്രതിഷേധിച്ചു. ബുധനാഴ്ച വൈകിട്ട് ഒളരി സെന്ററിലെ വലിയ കുഴിയിൽ ബൈക്ക് വീണുണ്ടായ അപകടത്തിൽ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റിരുന്നു. നിരവധി വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടിരുന്നുവെങ്കിലും കുഴി നികത്താൻ അധികൃതർ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, അബ്ദുൽ മജീദ് എന്നിവർ പ്രതിഷേധ കുഴിയടക്കലിന് നേതൃത്വം നൽകി. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റാതെ അധികൃതരുടെ അനാസ്ഥ. മരോട്ടിച്ചാലിൽ 2 കുടുംബങ്ങൾ വീട് വിട്ടിറങ്ങി. തൃക്കൂർ, പുത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മരോട്ടിച്ചാൽ പുളിഞ്ചോടുള്ള 2 കുടുംബങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിൽക്കുന്ന അപകടാവസ്ഥയിലായ മരങ്ങളെ ഭയന്ന് വീട് വിട്ടിറങ്ങിയത്. തൃക്കൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിലെ താമസക്കാരായ കണ്ണമ്പുഴ പ്രിയ, തച്ചാമറ്റത്തിൽ ആൻസി എന്നിവരാണ് സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയാതെ മാറി താമസിക്കുന്നത്. ഇവരുടെ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന പുത്തൂർ പഞ്ചായത്ത് പരിധിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ 3 മരങ്ങളാണ് 2 കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. ഉണങ്ങിയ തേക്കും തെങ്ങും മരുതുമരവുമാണ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുള്ളത്. മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി വീട്ടുകാർ അധികൃതർക്ക് മുൻപിൽ പരാതിയുമായി പോകാൻ തുടങ്ങിയിട്ട് 1 വർഷം പിന്നിട്ടു. അപ്പോൾ ഈ വീട് പണിയുന്നതിന് മുന്നേ തൊട്ട് ഞാൻ അപേക്ഷ വെക്കാൻ ഞാൻ ആ ചേച്ചിയും കൂടി പോയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു രീതിയിൽ ഒരു നടപടി എടുക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അവസാനം ഞങ്ങൾ രക്ഷയില്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ വരെ പോയി. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എവിടെ ചെന്നാലും ഞങ്ങളോട് മുറിക്കാം ചെയ്യാം എന്നല്ലാണ്ട് ഒരു കാര്യം അവർ പറയണില്ല. ഒരു ജീവൻ ഒരു വില അവർ തരാത്ത രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. പുത്തൂർ പഞ്ചായത്തേക്ക് വിളിച്ചു നോക്കി, എന്നിട്ടും അവരൊരു രീതിയിലും നമ്മുടെ അടുത്ത് മുറിക്കാം വന്ന് നോക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഒരു രീതിയിൽ അവർ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പുത്തൂർ പഞ്ചായത്തിൽ നൽകിയ പരാതിയിൽ അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും പഞ്ചായത്ത് രാജ് ആക്ട് 238A പ്രകാരം മരങ്ങൾ മുറിച്ചു നീക്കാൻ സ്വകാര്യ വ്യക്തിക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ മാസം തൃശൂർ സബ് കളക്ടർക്ക് ഇവർ പരാതി നൽകി. എത്രയും വേഗം മരങ്ങൾ മുറിച്ചു നീക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ പുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കാറ്റ് വീശുമ്പോൾ വീടിന് മുകളിലേക്ക് മരങ്ങൾ പതിക്കുമെന്ന ഭീതിയിൽ 2 കുടുംബങ്ങളും ഇപ്പോൾ മാറി താമസിക്കുകയാണ്. അധികൃതർ കൈയൊഴിഞ്ഞതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ വീട്ടുകാർ. TCV ന്യൂസ്, പുതുക്കാട്. വീടിനുള്ളിൽ വിൽപ്പനയ്ക്കായി ചാരായം നിർമ്മിക്കുകയായിരുന്ന വയോധികനെ ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. പരിയാരം വേളൂക്കര പുതുശ്ശേരി വീട്ടിൽ വർഗീസാണ് അറസ്റ്റിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും 100 ലിറ്റർ വാഷ്, 2 ലിറ്റർ ചാരായം, വാറ്റുപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KN സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി.
അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, EP ദിബോസ്, KP സുനിൽകുമാർ, PP ഷാജി തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3576 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ പെരുമഴ തുടരും. 17 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് മദ്രസ കെട്ടിടം തകർന്നു വീണു. വേലൂരിൽ കിണറിടിഞ്ഞു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. മനക്കൊടി പുള്ള് കോടന്നൂർ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. കനത്ത മഴയിൽ കരുവഞ്ഞൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോഴും ഇല്ലീഗൽ റെഗുലേറ്റർ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താതെ അധികൃതർ. മൂർക്കനാട്, കാറളം പ്രദേശങ്ങളിൽ വെള്ളം ഉയരുമെന്ന ആശങ്ക. മറ്റത്തൂരിലെ വാഴ കർഷകർ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ജനനായകൻ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം. രാഷ്ട്രീയത്തിനതീതമായി മനുഷ്യനെ സ്നേഹിച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. ഗുരുവായൂർ കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതിയില്ലാതെ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് പതിവാകുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ അനാസ്ഥയിൽ നട്ടം തിരിഞ്ഞ പൊതുജനങ്ങൾ. അന്തരിച്ച രാഷ്ട്രീയ വ്യാപാരി സംഘടനാ നേതാവ് ബിന്നി ഇമ്മട്ടിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാരം നടന്നു. CPM തൃശൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലും സ്പോർട്സ് കൌൺസിൽ ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് നൂറുകണക്കിന് ആളുകൾ. വാൽപ്പാറയിൽ കാട്ടാനക്കൂട്ടം പലചരക്ക് കടയും കാറും തകർത്തു. കടയുടെ മുൻഭാഗം പൊളിച്ചിട്ട കാട്ടാനകൾ അരിയും പഞ്ചസാരയും തിന്നു തീർത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.